ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൾത്താരയുമൊരുങ്ങി. ദേവദൂതർ നിരനിരയായി മാനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ദേവദൂതർ നിരനിരയായി മാനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ബലിയിൽ ചേരാ ഇരു കൈകൾ കൂപ്പി നിരന്നു. ബലിയിൽ ചേരാ ഇരു കൈകൾ കൂപ്പി നിരന്നു. ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൾത്താരയും ഒരുങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രഭണിതം. ദൈവമേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിച്ചു, എന്തെന്നാൽ അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവി ചായ്ച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. കർത്താവേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങേ ചിറകിൻ്റെ നിഴലിൽ എന്നെ സംരക്ഷിക്കണമേ. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന സമയമാണിത്. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങൾ എപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിന് അനുസൃതമാക്കി തീർക്കാനും ആത്മാർത്ഥഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരേ, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിനെ അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിനും ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ
നിയമത്തിൻ്റെ അനുശാസനം സഫലമാക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡീയ അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡീയ താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ജഡീയ പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മധ്യശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. ദൈവമേ, ദൈവമേ, ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. ദൈവമേ, ദൈവമേ, ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. കർത്താവിൻ്റെ മലയിൽ ആരു കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആരു നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവൻ. ദൈവമേ, ദൈവമേ, ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. ദൈവമേ, ദൈവമേ, ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അക്കാലത്ത് ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയും കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല.
അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, പശ്ചാത്താപത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ബോധ്യം നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളിലൂടെ. മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങളെ ദൈവകോപമായും ശാപമായും അവർക്ക് തങ്ങളുടെ പാപത്തിൻ്റെ പ്രതിഫലമെന്നോണം കിട്ടിയതാണെന്നും പറഞ്ഞ് ലാഘവത്തോടെയും നമുക്കതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എന്നും പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയും ചെയ്ത് ജീവിക്കരുത്. മറ്റുള്ളവർക്ക് സംഭവിക്കുന്നവ കണ്ടുകൊണ്ട് നമുക്ക് ജീവിതം വഴിതിരിച്ചു വിടുവാനും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ജീവിതം വഴിതിരിച്ചു വിടുവാനും അനുതാപത്തിൻ്റെയും മനസാന്തരത്തിൻ്റെയും ജീവിത വഴി തിരഞ്ഞെടുക്കുവാനും ഉള്ളതാണ് എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മാനസാന്തരം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ രക്ഷയിലേക്കുള്ള വഴിയാണ്. പലതരത്തിലുള്ള ജീവിത തകർച്ചകളിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ അത്യന്താപേക്ഷിതമാണ് മാനസാന്തരം. നാം എത്ര കണ്ടാലും അനുഭവിച്ചാലും കേട്ടാലും പഠിക്കാറില്ല. നല്ല ഫലം തരാത്ത ജീവിതാവസ്ഥകൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. മദ്യപാനത്തിനും ദുശീലങ്ങൾക്കും വശംവദരായി ജീവിച്ച് ജീവിതം ആത്മഹത്യയിലേക്കും മാരക രോഗങ്ങളിലേക്കും അടിമപ്പെട്ട കുടുംബങ്ങൾ തകർന്നടിഞ്ഞും ഉള്ള എത്രയോ സംഭവങ്ങൾ ഇന്നത്തെ ലോകത്ത് നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് പാപത്തിൽ നിന്ന് നമ്മുടെ ജീവിതം വഴി മാറി നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുറിക്കുമീ പാവന പീഠത്തിൽ ഉൾത്താപമെല്ലാം വെടിഞ്ഞു വരുന്നു. ഉള്ളവയെല്ലാം ഒരുമിച്ചു നൽകിടാം, ഉള്ളലിഞ്ഞി കാഴ്ച സ്വീകരിക്കൂ. അപ്പം മുറിക്കുമീ പാവന പീഠത്തിൽ ഉൾത്താപമെല്ലാം വെടിഞ്ഞു വരും. ഉള്ളവയെല്ലാം ഒരുമിച്ചു നൽകിടാം, ഉള്ളലിഞ്ഞി കാഴ്ച സ്വീകരിക്കൂ. ഉയരുന്ന താലത്തിൽ എൻ വേർപ്പുമുത്തുകൾ അപ്പമായ അർപ്പണം ചെയ്തിടുന്നു. ഉയരുന്ന താലത്തിൽ എൻ വേർപ്പുമുത്തുകൾ അപ്പമായ അർപ്പണം ചെയ്തിടുന്നു. തിരുസുതസവിധേ ഏകുമ്പോഴൻ മനം പരിശുദ്ധമാക്കണേ,
തമ്പുരാനെ തിരുസുത സവിതേ തേകുമ്പോഴൻ മനം പരിശുദ്ധമാക്കണേ തമ്പുരാനെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒന്നുചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന 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 ഓസാന. അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന 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 ഓസാന. അത്യുന്നതങ്ങളിൽ ഓസാന. അത്യുന്നതങ്ങളിൽ ഓസാന. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ കേന്ദ്ര ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പറയുക. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയിലും വന്ന് നിറയണമേ എന്ന് പറയുക. നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് പ്രത്യേകം പ്രാർത്ഥനയുടെ ആവശ്യകതയുണ്ട്.
ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കരങ്ങൾ നീട്ടി കമഴ്ത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള കൃപ ലഭിക്കട്ടെ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും
കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയണമേ, നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയണമേ, നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങേനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സംപൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരും ആയിത്തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. നമിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. കന്യാമറിയമേ, കനിവിൻ കടലേ, കൈകൂപ്പുന്നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ. എന്നും ഓർക്കേണമേ ഞങ്ങളെ.